ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം പീതാംബരങ്കരവിരാജിത ശംഖചക്രകൗമോദകീസരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം വിശ്വസ്മൈ നമഃ. ഹരി ഓം. ശ്രീമന് നാരായണീയം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 7ഉം 8ഉം ശ്ലോകങ്ങളാണ് പഠിച്ചത്. 7ഉം 8ഉം ശ്ലോകങ്ങളിൽ ബ്രഹ്മാവിനായിട്ട് ഭഗവാൻ കാണിച്ചു കൊടുത്ത ആ വൈകുണ്ഠത്തിൽ ബ്രഹ്മാവ് ഭഗവാനെ രത്നസിംഹാസനത്തിലിരിക്കുന്നതായും കോടി സൂര്യപ്രഭചിതർന്ന കിരീട കടകാദികളായ ആഭരണങ്ങളാൽ ശോഭിക്കുന്നതായും കണ്ടത്തിൽ അണിഞ്ഞിരിക്കുന്ന ആ കൗസ്തുഭരത്നത്തിൻ്റെ ശോഭ കൊണ്ട് അരുണവർണ്ണമായിരിക്കുന്ന മറുകോട് കൂടിയവനായും ദർശിച്ചു. അപ്രകാരം ബ്രഹ്മാവിന് ദർശിച്ച അല്ലെങ്കിൽ അപ്രകാരം ബ്രഹ്മാവിനെ കാണിച്ചു കൊടുത്ത ആ രൂപത്തെ എനിക്കും കാണിച്ചു തന്നാലെന്ന് 7ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. 8ാമത്തെ ശ്ലോകത്തിൽ പുതുനീലമേഘത്തിൻ്റെയും കരിങ്കൂവള പൂക്കളുടെയും മനോഹരമായ നീല നിറമാർന്ന കാന്തിപ്പരിവേഷത്താൽ ദിക്കുകളെ ആവരണം ചെയ്തുകൊണ്ട് ഇടവിടാതെ പ്രസരിക്കുന്ന മന്ദസ്മിതത്താൽ പ്രസന്നമായിരിക്കുന്ന മുഖത്തോടുകൂടി ഐശ്വര്യപൂർണങ്ങളായ കരങ്ങളിൽ വഹിച്ചിരിക്കുന്ന ശംഖ് ചക്ര ഗദാ പങ്കജങ്ങളോടുകൂടി ബ്രഹ്മാവിന് അനൽപമായ ആഹ്ലാദത്തെ നൽകിയ അങ്ങയുടെ ദേഹകാന്തി എൻ്റെ രോഗസമൂഹങ്ങളെ നശിപ്പിക്കട്ടെ എന്നും അല്ലെങ്കിൽ നശിപ്പിക്കണമേ എന്നും പ്രാർത്ഥിച്ചു. ഇനി നമുക്കിന്ന് 8ഉം 9ഉം 10ഉം ശ്ലോകങ്ങൾ നോക്കാം. 9ഉം 10ഉം. അപ്പം ആ ഭഗവാൻ പിന്നെ എന്താണ് ബ്രഹ്മാവ് ചെയ്തത്, അതായത് ആ ഭഗവാനെ കണ്ട ശേഷം പിന്നെ എന്തുണ്ടായി എന്ന് ഈ 9ലും 10ലും പറയുന്നു. അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. ദൃഷ്ട്വാ സംഭൃത സംഭ്രമ കമലഭോः ത്വത്പാദപാഥോരുഹേ ഹർഷാവേശവശം വദോ നിപതിതഃ പ്രീത്യാ കൃതാർത്ഥീ ഭവൻ. ജാനാസ്യേവ മനീഷിതം മമ വിഭോ ജ്ഞാനം തദാപാദയ ദ്വൈതാദ്വൈതഭവത്സ്വരൂപപരം ഇത്യാചഷ്ട തം ത്വാം ഭജേ. ആതാമ്രേ ചരണേ വിനമ്രമഥതം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിതാന സർഗവിധിഭിഃ ബന്ധോഭി സംജായത്തെ ഇത്യാഭാഷ്യഗിരം പ്രതോഷ്യ നിതരാം തച്ചിത്തഗൂഢസ്വയം സൃഷ്ടൗ തം സമുദൈരയ സ ഭഗവൻ ഉല്ലാസയോലാഖതാം. ദൃഷ്ട്വാ സംഭൃത സംഭ്രമ കമലഭോः ത്വത്പാദപാഥോരുഹേ ഹർഷാവേശവശം വദോ നിപതിതഃ പ്രീത്യാ കൃതാർത്ഥീ ഭവൻ. ജാനാസ്വേവ മനീഷിതം മമ വിഭോ ജ്ഞാനം തദാപാദയ ദ്വൈത അദ്വൈത ഭവത്സ്വരൂപപരം ഇതി ആചഷ്ട തം ത്വാം ഭജേ. ഇവിടെ ഇതി ആചഷ്ട തം ത്വാം ഭജേ, ഇപ്രകാരം പറഞ്ഞ, ആചഷ്ട എന്ന് പറഞ്ഞാൽ പറയപ്പെട്ട, ഇപ്രകാരം പറഞ്ഞ
തം അവനെ, അങ്ങനെയുള്ള ആ തം എന്ന് പറഞ്ഞാൽ ഇവിടെ ആ അങ്ങയെ, ത്വാം അങ്ങയെ ഞാൻ ഭജിക്കുന്നു. അങ്ങനെയുള്ള അങ്ങയെ ഞാൻ ഭജിക്കുന്നു. എങ്ങനെയുള്ളത്? എന്താണ് പറഞ്ഞത്? ദ്വൈത അദ്വൈത ഭവസ്വരൂപപരം ഇതിയാചഷ്ട. ഇനി എന്തൊക്കെയാണ് പറഞ്ഞതെന്നൊക്കെ ആദ്യത്തെ ഇത് നോക്കി പറയാം. ദൃഷ്ടുവ എന്ന് പറഞ്ഞാൽ കണ്ടിട്ട്. എന്ത് കണ്ടിട്ട്? ആ മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ ഭഗവാന്റെ രൂപം എങ്ങനെയാണ് വൈകുണ്ഠത്തിൽ ഭഗവാൻ ഇരുന്നതെന്ന്. ആ ഭഗവാനെ കണ്ടിട്ട് പീതാംബരമൊക്കെ ധരിച്ച് ആ ശംഖും ചക്രവും ഗദയും ഇതെല്ലാം ധരിച്ചിരിക്കുന്ന സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ആ ഭഗവാന്റെ രൂപത്തെ കണ്ടിട്ട് സംഭ്രമ സമ്യക്കായി വർദ്ധിച്ച, സംഭൃതം എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചത്, സമ്യക്കായി ഭ്രമിച്ചു എന്ന് പറഞ്ഞാലോ, അതായത് പാരവശ്യം, അതായത് ഭക്തി പാരവശ്യം കൊണ്ട് വർദ്ധിച്ച എന്താ അതിന് പറയുക, വർദ്ധിച്ച സംഭ്രമം കൊണ്ട് ആരാ കണ്ടതെന്ന് പറഞ്ഞില്ലല്ലോ. കമലഭൂഹു ഇവിടെ പറയുന്നേ, കമലഭൂഹു ദൃഷ്ട, ആ ബ്രഹ്മാവ് കണ്ടിട്ട്, ബ്രഹ്മാവ് ഭഗവാന്റെ ആ രൂപത്തെ കണ്ടിട്ട് സംഭ്രമ വർദ്ധിച്ച സംഭ്രമത്തോടു കൂടിയവനായി, ഭക്തി പാരവശ്യനായി എന്നാണ്. കമലഭൂ എന്ന് പറഞ്ഞാൽ കമലത്തിൽ ഭവിച്ചവൻ, കമലഭൂഹു, കമലത്തിൽ ഭവിച്ച താമരയിലാണ് ബ്രഹ്മാവുണ്ടായത്. മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നൊരു താമര വന്നു, ആ താമരയിൽ ഉണ്ടായവനാണ് ബ്രഹ്മാവ്. അതുകൊണ്ട് ബ്രഹ്മാവിൻ്റെ ഒരു പര്യായമാണ് കമലഭൂഹു. ആ ബ്രഹ്മാവ് ഭഗവാന്റെ രൂപം കണ്ടിട്ട് സംഭ്രമനായി ത്വത്പാദപാഥോരുഹേ, അങ്ങയുടെ പാദപാഥോരുഹേ, പാദസ് എന്ന് പറഞ്ഞാൽ വെള്ളം എന്നാണ്, പാഥോരുഹം താമര, ആ വെള്ളത്തിൽ ഉണ്ടായത്. അപ്പോൾ വെള്ളത്തിൽ ഉണ്ടാകുന്നത് എന്താണത്? വെള്ളത്തിൽ ജനിച്ചത് താമര. അപ്പം അങ്ങയുടെ പാദകമലം എന്നർത്ഥം. ആ പാദകമലത്തിൽ ഹർഷാവേശവശംവദനായിട്ട് എന്ന് പറഞ്ഞാലോ, ആനന്ദ പരവശനായിട്ട്, ആനന്ദം കൊണ്ട് തുള്ളിച്ചാടുന്നവനായിട്ട്, നിപതിതക പതിച്ചു. എവിടെ? ആ ഭഗവാന്റെ ചരണത്തിൽ നിപതിതക വീണു ബ്രഹ്മാവ്. പ്രീത്യാ കൃതാർത്ഥീഭവൻ, എങ്ങനെയാണ്? പ്രീതിയാൽ വർദ്ധിച്ച സന്തോഷം കൊണ്ട്, പ്രീതി സന്തോഷം കൊണ്ട് കൃതാർത്ഥീഭവനായിട്ട്, അതായത് ഭഗവാനെ കണ്ടതും ബ്രഹ്മാവ് എന്ത് ചെയ്തു? ആ പാദകമലത്തിൽ, ഭഗവാന്റെ പാദകമലത്തിൽ സന്തോഷം കൊണ്ട് ഭക്തിപരവശനായി, ആനന്ദം കൊണ്ട് പരവശനായ അദ്ദേഹം, ആനന്ദം കൊണ്ട് വശംവദനായ അദ്ദേഹം ഭഗവാന്റെ കാലിൽ വീണു നമസ്കരിച്ചു എന്നർത്ഥം. അതായത് ദണ്ഡ നമസ്കാരം ചെയ്തു ഭഗവാന്റെ കാൽക്കിൽ. സന്തോഷം സഹിക്കാൻ മേലാതെ, സന്തോഷ പാരവശ്യം കൊണ്ട് കൃതാർത്ഥീഭവൻ, കൃതാർത്ഥതയുണ്ടായി. എന്തിന്? താൻ തപസ് ചെയ്തു, എൻ്റെ തപസ് സഫലമായി എന്നുള്ള കൃതാർത്ഥത, സന്തോഷം, തൻ്റെ തപസ് സഫലമായി ഭവിച്ചു, സഫലമായി കൃതാർത്ഥി ഭവൻ എന്ന് പറഞ്ഞാൽ ഭവിച്ചു എന്നുള്ള ആ സന്തോഷം കൊണ്ട് ഭഗവാന്റെ കാലിൽ വീണ് നമസ്കരിച്ചു എന്നർത്ഥം. ജാനാസി ഏവ, അപ്പം ജാനാസി ഏവ എന്ന് പറഞ്ഞാലോ, എന്നെ അറിയുന്നു, ഭഗവാനെ അറിയാൻ പറ്റൂല്ലേ. മനീഷിതം മമ വിഭോ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നവനായ, അല്ലയോ വിഭുവായ ഗുരുവായൂരപ്പ,
എനിക്കെന്താ വേണ്ടതെന്ന് അങ്ങേക്കറിയാം. അപ്പം എനിക്ക് അല്ലെങ്കിൽ എനിക്കെന്ത് വേണമെന്ന് അങ്ങേക്കറിയാം. മനീഷിതം എന്ന് പറഞ്ഞാൽ ആഗ്രഹം. എൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അങ്ങേക്കറിയാം. അത് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പം എൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്നറിയുന്ന അല്ലയോ വിഭോ ജാനാസി, അങ്ങറിയുന്നു. എന്താ വേണ്ടത് ബ്രഹ്മാവിന്? ചോദിച്ചതെന്താ? ജ്ഞാനം തദാവാദയ. അതായത് നീ ചോദിച്ച ആ ജ്ഞാനത്തെ തദാവാദയ, ആ ജ്ഞാനത്തെ നൽകിയാലും എന്നാണ് ചോദിച്ചത് അല്ലേ? സമ്യക്കായി തൻ്റെ ആഗ്രഹത്തെ, അതായത് ആ കൃതാർത്ഥമായിട്ട് തൻ്റെ തപസ് സഫലമായി എന്നുള്ള ആ ചിന്തയിൽ കൃതാർത്ഥീഭവനായിട്ട് ആ മനസ്സിലുള്ളത് മനീഷിതം, ആഗ്രഹം എന്നും മനസ്സിലിരിപ്പെന്നും തൻ്റെ മനസ്സിലുള്ളതെന്നും എന്നൊക്കെ അർത്ഥം. എന്താണെന്ന് അറിഞ്ഞിട്ട് ജാനാസി ഏവ ജ്ഞാനം തഥാപാതയ, ആ ജ്ഞാനത്തെ എനിക്ക് തന്നാലും. ആ ഭഗവാൻ ആഹ്ലാദപരവേശൻ അല്ലെങ്കിൽ ആഹ്ലാദത്തിന് അധീനനായി അങ്ങയുടെ പാദസരോജത്തിൽ വീണ് വണങ്ങിയിട്ട് സന്തോഷത്താൽ കൃതകൃത്യനായി അല്ലയോ വിഭോ, എൻ്റെ മനോവിചാരത്തെ, എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹത്തെ അങ്ങ് നന്നായി അറിയുന്നു. ഭഗവാൻ എല്ലാം അറിയാമല്ലേ? നമുക്കാണ് അറിയത്തില്ലാത്തത്. ഭഗവാൻ എല്ലാം കാണുന്നു. സാക്ഷിയായിട്ടിരിക്കുകയാണ് ഭഗവാൻ, 1000 കണ്ണുകളോടും കൈകളോടും കൂടി അല്ലേ? എല്ലാം കാണാനും അറിയാനുമായിട്ട്. അപ്പം എല്ലാം അറിയുന്ന ആ ഭഗവാൻ എൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്നറിയാം. അപ്പം ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഭഗവാൻ പറഞ്ഞത് ദ്വൈത അദ്വൈത ഭവസ്വരൂപപരം, ദ്വൈത അദ്വൈത രൂപമായിരിക്കുന്ന അങ്ങയുടെ സ്വരൂപത്തെ, ദ്വൈതവും അദ്വൈതവും ആയ അങ്ങയുടെ ആ സ്വരൂപം, ബ്രഹ്മസ്വരൂപം, പരം ഇതി ആചഷ്ട, എൻ്റെ സ്വരൂപത്തെ നീ മറക്കരുതെന്ന് ഭഗവാൻ ഓർമ്മിപ്പിച്ചിരുന്നു. അപ്പോൾ അതായത് വിഭുവായ അങ്ങയോട് എൻ്റെ മനോഗതം എന്തെന്ന് ഇങ്ങനെ പറയും? അങ്ങയ്ക്കറിയാമല്ലോ പറയാതെ തന്നെ. അപ്പോൾ ദ്വൈതവും അദ്വൈതപരവുമായ ആ രൂപം, ആ നാനാത്വത്തിൻ്റെ അല്ലെങ്കിൽ ആ വിശ്വരൂപം, ആ രൂപം ഇതി ആചഷ്ട, അത് ആ രൂപപരം ഇതി ആചഷ്ട, ഇപ്രകാരം പറഞ്ഞിട്ട് തം ത്വാം ഭജി, ഇങ്ങനെയുള്ള ആ ഭഗവാനെ എന്ന് നിവദിച്ചുവോ എന്ന് പറയുന്നു. പ്രകാശിപ്പിക്കുന്ന ബ്രഹ്മജ്ഞാനം നൽകി എന്നെ അനുഗ്രഹിച്ചാലും എന്നർത്ഥം. എന്ന് നിവദിച്ചുവോ ആ അങ്ങയുടെ രൂപത്തെ ഞാൻ ഭജിക്കുന്നു. അപ്പം ഭഗവാൻ ബ്രഹ്മാവിനോട് പറഞ്ഞിരുന്നു, എന്നെ മറക്കരുത് അല്ലേ? ദ്വൈതവും അദ്വൈതവുമായ ഭവൽ സ്വരൂപപരമായി പരമായ ആ അങ്ങയുടെ ആ രൂപം, ആ കാണിച്ചു കൊടുത്ത ആ രൂപത്തെ മറക്കരുത്. ആ രൂപം മനസ്സിലുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട അല്ലേ? ജ്ഞാനം കിട്ടിയാൽ പിന്നെ വേറെ, ഈ ജ്ഞാനം എന്നിവിടെ ഉദ്ദേശിച്ചത് ആ ബ്രഹ്മജ്ഞാനമാണ്. ഏതൊന്ന് കിട്ടിയാൽ ഇനി വേറെ ഒന്നും വേണ്ടയോ അത്. ആ ജ്ഞാനത്തെ എന്ന് പറഞ്ഞാൽ അത് ആപാദയ എന്ന് പറഞ്ഞാൽ നൽകിയാലും തന്നാലും, എനിക്ക് തന്നാലും എന്നർത്ഥം. ഇനി ഇവിടെ ദ്വൈതം അദ്വൈതം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അത്രയ്ക്ക് മനസ്സിലായി കാണില്ല. കാരണം ദ്വൈതം അദ്വൈതം നമ്മളെ സ്വർണവും ആഭരണവും പോലെ. ദ്വൈതം അദ്വൈതം രണ്ടും, ദ്വൈതവും അദ്വൈതവും സ്വർണവും ആഭരണങ്ങളും പോലെ. ആഭരണത്തിലുള്ള ആ സ്വർണം തന്നെയാണ് ഇതിലുള്ളത്. അപ്പം അത് രണ്ടും ഒന്ന് തന്നെയല്ലേ? ആഭരണം ഉരുക്കിയാലും സ്വർണം തന്നെയാണ്. അതുപോലെയാണ് ഇവിടെ ദ്വൈത അദ്വൈത ഭാവം. അങ്ങനെയുള്ള ആ ഭഗവാന്റെ രൂപം, ആ വിശ്വരൂപത്തെ, വിശ്വസ്വരൂപത്തെ ഞാൻ ഭജിക്കുന്നു എന്ന് ആദ്യത്തെ 9ാമത്തെ ശ്ലോകം. ദൃഷ്ട്വാ സംഭ്രമ കമലഭൂഹു ത്വൽ പാദപാഥോരുക. ഇതൊന്നിച്ച് വായിക്കാൻ വേണമെങ്കിൽ ദൃഷ്ട്വാ
സംവൃത സംഭ്രമ കമലഭൂത്വൽപാദപാതോരുഹേ കമലഭൂസ്തത് സ്ത്വത് അവിടെ സായുടെ ഇത് വരും. പാദപാതോരുഹേ ഹർഷാവേശവശം മതോ നിപതിതാഹ നിപതിത പ്രീത്യാ കൃതാർത്ഥീഭവൻ. നിപതിതഹ എന്ന് വെച്ചിട്ട് പിന്നെ പ്രീത്യാ കൃതാർത്ഥീഭവൻ എന്ന്. ജാനാസ്യേവ ജാനാസി ഏവ ജാനാസ്യേവ മനീഷിതം മമ വിഭോ ജ്ഞാനം തഥാപാദയ ദ്വൈത അദ്വൈത ഭവസ്വരൂപപരം ഇതി ആചഷ്ട. അവിടെ അതൊന്നിച്ച് വായിക്കാം. ദ്വൈതാദ്വൈത ഭവൽ സ്വരൂപപരമിത്യാചഷ്ട ഇത്യാചഷ്ട തം ത്വാം ഭജേ. ബ്രഹ്മാവ് കണ്ട് അത്ഭുതാഹ്ലാദ പരവേശ അധീനനായി അങ്ങയുടെ പാദസരോജത്തിൽ വീണു വണങ്ങിയിട്ട് സന്തോഷത്താൽ കൃതകൃത്യനായി. അല്ലയോ വിഭോ, എൻ്റെ മനോവിചാരത്തെ അങ്ങ് നന്നായി അറിയുന്നു. ജാനാസി എന്ന് പറഞ്ഞില്ല, അറിയുന്നു. ദ്വൈതാദ്വൈത രൂപമായിരിക്കുന്ന ഭവൽ സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്ന ബ്രഹ്മജ്ഞാനം അത് നൽകി എന്നെ അനുഗ്രഹിച്ചാലും എന്ന് നിവദിച്ചുവോ ആ അങ്ങയുടെ രൂപത്തെ ഞാൻ ഭജിക്കുന്നു. അതായത് ബ്രഹ്മാവ് ചോദിച്ചത് എനിക്ക് ജ്ഞാനത്തെ തന്നാലും ആ ജ്ഞാനത്തെ ചോദിച്ച ആ ബ്രഹ്മാവ് ചോദിച്ചപ്പോൾ കാണിച്ചു കൊടുത്ത ആ സ്വരൂപം, ആ ഭഗവാന്റെ ദ്വൈതാദ്വൈത സ്വരൂപമായിരിക്കുന്ന ആ രൂപത്തെ ഞാൻ ഭജിക്കുന്നു എന്നർത്ഥം. ദൃഷ്ട്വാ സംവൃത സംഭ്രമ കമലഭോഹോ ത്വത്പാദപാഥോരുഹേ. പാഥസ് വെള്ളം, പാഥോരുഹം വെള്ളത്തിൽ ജനിച്ചത്, മുളച്ചത്, ജനിച്ചത് എന്നൊക്കെ അർത്ഥം. അപ്പോൾ ആരോഹണം ചെയ്തത്, വെള്ളത്തിൽ ആരോഹണം ചെയ്തത്, വെള്ളത്തിൽ ജനിച്ചത് താമര. അപ്പോൾ ഭഗവാന്റെ പേര് കമലഭൂന്ന്, കമലത്തിൽ ഭവിച്ചവൻ. അപ്പം താമരയിൽ ജനിച്ചവൻ ബ്രഹ്മാവ്. പിന്നെ പാഥോരുഹം താമര. പിന്നെ ഇവിടെ ഹർഷ ആവേശവശം വദനായ ഈ നിപതിതക വീണു. ജാനാസി ഏവ ജാനാസ്യേവ മനീഷിതം എന്ന് പറഞ്ഞാൽ ആഗ്രഹം. തഥ ആപാദയ, ആപാദയ എന്ന് പറഞ്ഞാൽ നൽകിയാലും തന്നാലും എന്നൊക്കെ അർത്ഥം. ആ ദ്വൈത അദ്വൈത ഭവൽ സ്വരൂപപരം ഇതി ആചഷ്ട. ഞാൻ എങ്ങനെയാണ് പറയുക അങ്ങയോട്, എൻ്റെ മനസ്സിലെന്താണെന്ന് അങ്ങയ്ക്കറിയാവല്ലോ, അത് തന്നാലും എന്ന് പറഞ്ഞ ആ പരബ്രഹ്മ സ്വരൂപത്തെ ഞാൻ ഭജിക്കുന്നു. ത്വാം ഭജേ. ആ വിശ്വത്തെ, വിശ്വസ്വരൂപത്തെ ഞാൻ ഭജിക്കുന്നു എന്നർത്ഥം. എങ്ങനെയുള്ള വിശ്വസ്വരൂപം? ദ്വൈതവും അദ്വൈതപരവുമായ ആ സ്വരൂപത്തെ ഞാൻ ഭജിക്കുന്നു. അടുത്ത ശ്ലോകത്തിൽ ആതാമ്രേ ചരണേ വിനമ്രമഥതം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിതാന്ന സർഗവിധിഭിः ബന്ധോഭി സംജായത്തെ ഇത്യാഭാഷ്യഗിരം പ്രതോഷ്യ നിതരാം തച്ചിത്തഗൂഢസ്വയം സൃഷ്ടൗ തം സമുദൈരയ സ ഭഗവൻ ഉല്ലാസയോല്ലാഖതാം. ഇവിടെ ഉല്ലാസയോ ഉല്ലാഖതാം എന്ന്. ഉല്ലാഖതം എന്ന് പറഞ്ഞാൽ ആരോഗ്യം. അത് ശരീരത്തിൻ്റെ ഈ ആരോഗ്യം, അതായത് അറിവ് തരൂ എന്നാണ്. സാക്ഷാത്കാരത്തെ തന്നാലും സംസാര ആരോഗ്യത്തെ തന്നാലും ശരീരാരോഗ്യത്തെ നൽകിയാലും അങ്ങനെ ഉല്ലാസത്തെ നൽകിയാലും വർദ്ധിച്ച സന്തോഷത്തെ നൽകിയാലും എന്നൊക്കെ അർത്ഥം. ഇനി ആ താമ്രേ എന്ന് പറഞ്ഞാൽ താമ്രം എന്ന് പറഞ്ഞാൽ ചുവന്നത്, ചെമ്പിൻ്റെ കളറിനെയാണ്
താമ്ര കളർ എന്ന് പറയാം, താമ്രം എന്ന് പറയുന്നത് ചെമ്പ് വർണ്ണം. അപ്പം ചുവന്ന ചെമ്പ് വർണ്ണമുള്ള ചരണം കാലിൽ വിനമ്രം അധത്തം. വിനമ്രം എന്ന് പറഞ്ഞാൽ വിനീതനായി നമിച്ചു കിടക്കുന്ന, അല്ലെങ്കിൽ വിനയത്തോടുകൂടി നമിച്ചു കിടക്കുന്ന അധതം, അങ്ങനെയുള്ള ആ അങ്ങയെ, അവനെ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിനെ, ഹസ്തേ ഭഗവാന്റെ കൈകൊണ്ട്, ഹസ്തേ പിടിച്ചിട്ട്, കയ്യിൽ പിടിച്ചിട്ട്. അപ്പോൾ ഭഗവാന്റെ കൈ കൊണ്ട് ബ്രഹ്മാവിൻ്റെ കയ്യിൽ പിടിച്ച് കയ്യിൽ സ്പർശിച്ചു. അപ്പോൾ ഭഗവാൻ ബ്രഹ്മാവിൻ്റെ കയ്യിൽ സ്പർശിച്ചപ്പം തന്നെ ബ്രഹ്മാവിന് ബോധമുണ്ടായി അല്ലേ. ബോധം ജ്ഞാനം തന്നെയാണ് ബോധം. ബോധം തേ ഭവിത ന സർഗവിധിഭി ബന്ധോഭി സംജായതേ. തേ ബോധം ഭവിത, അതായത് ഭഗവാൻ കയ്യിൽ പിടിച്ചിട്ട് ആ സൃഷ്ടിക്കാനുള്ള സർഗവിധി എന്ന് പറഞ്ഞപ്പോൾ സർഗപ്രക്രിയ, സൃഷ്ടി നടത്താനുള്ള പ്രക്രിയ ചെയ്യുമ്പോൾ യാതൊരു ബന്ധോഭി സംജായതേ, ഒരു ബന്ധവും അഹങ്കാരവും ഒന്നും ഉണ്ടാകയില്ല. അപ്പം ഭഗവാൻ ബ്രഹ്മാവിൻ്റെ കയ്യിൽ സ്പർശിച്ചുകൊണ്ട് സൃഷ്ടി നടത്താനുള്ള ആ പ്രേരിപ്പിച്ചു. ആ സർഗവിധിയെ ചെയ്യുമ്പം ബന്ധങ്ങളും സംസാരബന്ധവും അഹങ്കാരവും ഒന്നും ഉണ്ടാവുകയില്ല എന്ന്. ബോധം എന്ന് പറഞ്ഞാൽ ജ്ഞാനം, ഭവിത ന സർഗവിധി. അപ്പോൾ സൃഷ്ടി പ്രക്രിയകൾ ചെയ്യുമ്പോൾ ചെയ്യാനുള്ള ആ ബോധം, ആ ഇളം ചുവപ്പ് നിറം കലർന്ന ഭഗവാന്റെ ചരണപങ്കജങ്ങളിൽ നമസ്കരിച്ചിരിക്കുന്നവനായ ബ്രഹ്മാവിൻ്റെ കരങ്ങളെ സ്വന്തം കരങ്ങൾ കൊണ്ട് പിടിച്ചിട്ട് നിനക്ക് പ്രാർത്ഥിക്കപ്പെട്ടിരിക്കുന്ന ബോധം താമസിയാതെ ഉണ്ടാകും. നിനക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഇൻവേർട്ടഡ് കോമയിൽ ഇട്ടിരിക്കുന്നു, ബോധസ്ഥേ ഭവിധാന സർഗവിധിഭിഹി ബന്ധോഭി സംജായതേ എന്ന്. അപ്പം നിനക്ക് പ്രാർത്ഥിക്കപ്പെട്ടിരിക്കുന്ന ബോധം അതെന്താണ്? ആ ജ്ഞാനം അത് താമസിയാതെ ഉണ്ടാകും. മാത്രമല്ല സൃഷ്ടി വ്യാപാരങ്ങളെ കൊണ്ട് നിനക്ക് ശരീരബന്ധവും സംസാര ബന്ധവും, അതായത് ശരീരബന്ധവും മറ്റ് സൃഷ്ടി നടത്താനുള്ള ആ അഹങ്കാരവും അതൊന്നും ഉണ്ടാകുകയില്ല. ആ ശരീരബോധമൊന്നും ഉണ്ടാകുകയില്ല. ന സംജായതേ. സംസാരബന്ധമെന്നും അഹങ്കാരവും ബന്ധം എന്നൊക്കെ പറയും. അതായത് ഈ ലോകത്തിലുള്ള ബോധം, ശരിക്കുള്ള ആ ബോധം എന്ന് പറഞ്ഞാൽ തന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ബന്ധങ്ങളോ സംസാരബന്ധമോ ഒന്നും ഉണ്ടാവുന്നില്ല, ഭവിക്കുന്നില്ല. ഇതി ആഭാഷ്യ ഗിരം, ഗിരം ആഭാഷ്യ, ഇപ്രകാരം വാക്കിനെ പറഞ്ഞിട്ട് എന്നർത്ഥം. ഇതി ഗിരം ആഭാഷ്യ, ഇങ്ങനെയുള്ള വാക്കിനെ പറഞ്ഞിട്ട് പ്രതോഷ്യനിതര, പ്രതോഷ്യ എന്ന് പറഞ്ഞാൽ പ്രകർഷേണ തോഷ്യ, സന്തോഷിച്ചിട്ട് തച്ചിത്തഗൂഢസ്വയം, ആ ചിത്തത്തിൽ, ആ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ, ചിത്തം ഹൃദയം മനസ്സ് അല്ലേ, ആ ചിത്തത്തിൽ ഗൂഢമായി സ്വയം സമുദൈരയ, സമ്യക്കായി പ്രേരിപ്പിച്ചു. ഉദൈരയ എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുക. ഭഗവൻ, അല്ലയോ ഭഗവാനെ, ഗുരുവായൂരപ്പ,
അതായത് അറിവ് തരൂ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പം ഭഗവാന്റെ ബ്രഹ്മാവിൻ്റെ കരങ്ങളെ സ്വന്തം കൈ കൊണ്ട് പിടിച്ചപ്പം തന്നെ ബ്രഹ്മാവിന് സൃഷ്ടിക്കാനുള്ള ആ പ്രവണത ഉണ്ടായി. ഇനി ശരീരബന്ധവും ഇതൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് സന്തോഷിപ്പിച്ചിട്ട് ആ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ എല്ലാവരുടെയും ഉള്ളിലുള്ള ആ ഭഗവാന്റെ ഇത് അന്തര്യാമിയായി ഭഗവാൻ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ മറഞ്ഞിരുന്നു കൊണ്ട് ബ്രഹ്മാവിനെ സൃഷ്ടിയിൽ പ്രേരിപ്പിച്ചു. ആ അങ്ങ് എനിക്ക് ആരോഗ്യത്തെ വർദ്ധിപ്പിച്ചു തന്നാലും എന്നെ സന്തോഷവാനാക്കിയാലും അല്ലെങ്കിൽ എനിക്ക് ഉല്ലഖത എന്ന് പറഞ്ഞ ആരോഗ്യത്തെ തന്നാലും, എന്ത് ആരോഗ്യം? അറിവിനെ തന്നാലും എന്നാണത്. ആ എന്ത് അറിവാണ് ചോദിക്കുന്നത്? ആ സാക്ഷാത്കാരം, എന്തറിഞ്ഞാൽ ഇനി വേറൊന്നും അറിയേണ്ടയോ ആ അറിവ്, ആ സാക്ഷാത്കാരത്തെ തന്നാലും ആരോഗ്യത്തെ തന്നാലും സംസാരാരോഗ്യവും ശരീരാരോഗ്യവും എല്ലാം തന്നാലും, ഉല്ലാസം എന്ന് പറഞ്ഞാൽ വർദ്ധിച്ച സന്തോഷം, എനിക്ക് ആ ആരോഗ്യത്തെ തന്ന് സന്തോഷിപ്പിച്ചാലും എന്നർത്ഥം. അപ്പോൾ അനന്തരം യാതൊരു ഭഗവാൻ തൻ്റെ ഇളം ചുവപ്പ് നിറം കലർന്ന പങ്കജങ്ങളിൽ നമസ്കരിച്ചിരിക്കുന്നവനായ ബ്രഹ്മാവിൻ്റെ കരങ്ങളെ സ്വകരങ്ങളാൽ പിടിച്ചിട്ട് നിനക്ക് പ്രാർത്ഥിക്കപ്പെട്ടിരുന്ന ബോധം താമസിയാതെ ഉണ്ടാകും. അപ്പോൾ ബ്രഹ്മാവ് ചോദിച്ചിരുന്നു, എനിക്ക് ജ്ഞാനത്തെ തന്നാലും എന്ന്. ബോധസ്തേ ബോധം ജ്ഞാനം, ആ ജ്ഞാനത്തെ തേ ബോധം, ആ ബോധം എങ്ങനെ കിട്ടിയത്? ഭഗവാൻ കയ്യിൽ പിടിച്ചപ്പം ഉണ്ടായ ആ അപ്പോൾ ഒരു ജ്ഞാനമുണ്ടാവും അല്ലേ, ഒരു പ്രത്യേക പ്രേരണ, അതാണ്. അപ്പം മാത്രമല്ല സൃഷ്ടി വ്യാപാരങ്ങളെ കൊണ്ട് നിനക്ക് ശരീരബന്ധവും സംഭവിക്കയില്ല എന്ന് പറഞ്ഞ് എന്ന വാക്കുകളെ, അതാണ് ഗിരം വാക്ക്, ആ വാക്കുകളെ ഇതി ആഭാഷ ഇങ്ങനെ പറഞ്ഞിട്ട് സന്തോഷത്തോടുകൂടി ബ്രഹ്മാവിൻ്റെ ചിത്തഗൂഢ സ്വയം, ഗൂഢം എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ട്, ചിത്തത്തിൽ സ്വയം അങ്ങ് തന്നെ വസിച്ചു അല്ലെങ്കിൽ പ്രേരിപ്പിച്ചു. അല്ലയോ ഗുരുവായൂരപ്പ, ആ ബ്രഹ്മദേവൻ്റെ ഹൃദയത്തിൽ സ്വയം വസിച്ചു, എന്നിട്ട് സൃഷ്ടിക്കായി പ്രേരിപ്പിച്ചു എന്നർത്ഥം. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ അന്തര്യാമിയായി ഇരുന്നു കൊണ്ട് ബ്രഹ്മാവിനെ പ്രപഞ്ച സൃഷ്ടിയിൽ പ്രേരിപ്പിച്ച ആ അങ്ങ് തന്നെ എനിക്ക് ആരോഗ്യത്തെ വർദ്ധിപ്പിച്ച് തന്നാലും എൻ്റെ ആരോഗ്യത്തെ എനിക്ക് തന്നെന്നെ സന്തോഷിപ്പിച്ചാലും എന്ന് പ്രാർത്ഥന. ആ താമ്രേ ചരണേ വിനമ്രമഥതം ഹസ്തേന ഹസ്തേ സ്പൃശൻ എന്ന് പറഞ്ഞാൽ സ്പർശിച്ചു. ബോധ തേ ബോധസ്തേ ഭവിതാന സർഗവിധിഭിः ബന്ധോഭി സംജായതേ ഇത്യാഭാഷ്യഗിരം പ്രദോഷ്യ നിതരാം തച്ചിത്തഗൂഢസ്വയം സൃഷ്ടൗ തം സമുദൈരയ സ ഭഗവൻ ഉല്ലാസയോലാഖതാം. സ ഭഗവൻ, ആ ഗുരുവായൂരപ്പൻ, അല്ലയോ ആ ഗുരുവായൂരപ്പ, ആ ബ്രഹ്മാവിന് കൊടുത്ത അറിവിനെ കൊടുത്ത് ആ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ സ്വയം വസിച്ച് ആ സൃഷ്ടിയെ ചെയ്യാനുള്ള എല്ലാ ഇതും കൊടുത്ത ആ ഭഗവാൻ തന്നെ എന്നെയും സന്തോഷിപ്പിച്ചാലും. എങ്ങനെ? എനിക്ക് ആരോഗ്യത്തെ തന്നു, ഉല്ലഖത, എൻ്റെ ആരോഗ്യത്തെ തന്ന് എന്നെയും സന്തോഷിപ്പിച്ച, അല്ലെങ്കിൽ എനിക്കും ആ അറിവ് തന്നാൽ, ആ ജ്ഞാനത്തെ, ആ ബോധത്തെ തന്നാലും എൻ്റെയും ആരോഗ്യത്തെ സാക്ഷാത്കരിച്ചാലും സന്തോഷിപ്പിച്ചാലും എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഈ ശ്ലോകം ഞാനൊന്നും കൂടി വായിക്കാം. ദൃഷ്ട്വാ സംഭൃത സംഭ്രമ കമലഭോഹോ ത്വത്പാദ പാഥോരുഹേ ഹർഷാവേശവശം വദോ നിപതിതഃ പ്രീത്യാകൃതാർത്ഥീ ഭവൻ ജാനാസ്യേവ മനീഷിതം മമ വിഭോ ജ്ഞാനം തഥാപാദയ അദ്വൈതാണ്. ദ്വൈത എന്നുള്ളിടത്ത് ഒരു ദീർഘമുണ്ട്, അത് പറയണം, അപ്പോഴേ അദ്വൈതം എന്നുള്ള ആയ അവിടെ വരുള്ളൂ.
ദ്വൈതാദ്വൈതഭവത്സ്വരൂപപരം ഇതി ആചഷ്ട, ഒന്നുകിൽ പരം ഇതി ആചഷ്ട, അല്ലെങ്കിൽ സ്വരൂപപരമിത്യാചഷ്ടതം ത്വാം ഭജേ, അങ്ങനെയുള്ള അങ്ങയെ ഞാൻ ഭജിക്കുന്നു. ആ താമ്രേ ചരണേ വിനമ്രമഥതം, വിനമ്രം വിശേഷേണ നമ്രം, അതാണ് നമിക്കുക എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുക എന്നർത്ഥം. ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിതാന സർഗവിധിഭിഃ ബന്ധോപി സംജായതേ ഇത്യാഭാഷ്യഗിരം പ്രതോഷ്യ നിതരാം തച്ചിത്തഗൂഢസ്വയം സൃഷ്ടൗ തം സമുദരേയ സ ഭഗവൻ ഉല്ലാസയോലാഖതാം. ആ സൃഷ്ടിയെ, അങ്ങനെ ആ ബ്രഹ്മദേവനെ പ്രേരിപ്പിച്ച ആ ഗുരുവായൂരപ്പ എന്നെയും സന്തോഷിപ്പിച്ചാലും, എൻ്റെയും ആരോഗ്യത്തെ നൽകി എന്നെ സന്തോഷിപ്പിച്ചാലും എന്ന് അർത്ഥം. അടുത്ത ക്ലാസ്സിൽ അടുത്ത ഇതുമായി വരുന്നവരെ ഹരി ഓം നാരായണ. സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം.